കോടതി വളപ്പിലെത്തിയാൽ ഗുണ്ടകളെപ്പോലെ പെരുമാറുന്ന ചില അഭിഭാഷകരെ കാണാം. പൊതുജനങ്ങൾക്ക് നിയമസഹായം നൽകേണ്ടവർ നിയമം കയ്യിലെടുക്കുന്നത് ന്യായീകരിക്കാൻ കഴിയുന്നതാണോ? കൊല്ലം സിവിൽ സ്റ്റേഷൻ വളപ്പിൽ കഴിഞ്ഞ ദിവസം അഭിഭാഷകരും കാറിലെത്തിയ രണ്ടുപേരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ആരുടെ ഭാഗത്താണ് വീഴ്ച? മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസിലേക്ക് കാറിൽ വന്നവരെ അഭിഭാഷകർ സംഘം ചേർന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും വാർത്തയും പുറത്തു വന്നിരുന്നു. എന്നാൽ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കാർ യാത്രക്കാരായ യുവതിയെയും ബന്ധുവിനെയുമാണ്. കടക്കൽ സ്വദേശിനി ഷമീന, ബന്ധുവായ പള്ളിക്കൽ സ്വദേശി സിദ്ദിഖ് എന്നിവരെ കോടതി റിമാൻഡ് ചെയ്തു. അതേസമയം ഇവരെ മർദ്ദിച്ച അഭിഭാഷകൻ കൃഷ്ണകുമാറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തെങ്കിലും ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. സിവിൽ സ്റ്റേഷൻ സമുച്ചയത്തിലെ ഗതാഗത വകുപ്പ് ഓഫീസിൽ പണം അടയ്ക്കാനെത്തിയതായിരുന്നു കടക്കൽ സ്വദേശി ഷമീനയും ബന്ധുവായ സിദ്ദിഖും. പണമടച്ചു പുറത്തിറങ്ങിയപ്പോൾ വാഹനമെടുക്കാൻ കഴിയാത്ത നിലയിൽ കുറുകെ അഭിഭാഷകൻ കാർ പാർക്ക് ചെയ്തിരുന്നു. ഈ കാർ മാറ്റിയിടാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ തർക്കമാണ് വലിയ സംഘർഷത്തിൽ കലാശിച്ചത്. സിദ്ദിഖ് പിടിച്ചുവലിക്കുന്നതും ഇതിൽ പ്രകോപിതനായ അഭിഭാഷകൻ ഇയാളുടെ കരഞ്ഞത്തടിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. പിന്നീട് ഇരുകൂട്ടരുമായി കയ്യാങ്കളി ഉണ്ടാവുകയായിരുന്നു. കൂടുതൽ അഭിഭാഷകരെത്തി സംഘം ചേർന്ന് മർദ്ദിച്ചതായാണ് ഷമീനയുടെ പരാതി. മർദ്ദനത്തിൽ സിദ്ദിഖിനും ഷമീനയ്ക്കും പരുക്കേറ്റിരുന്നു. തുടർന്നിവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. അഭിഭാഷകൻ കൃഷ്ണകുമാറിന്റെ പരാതിയിലാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇവർ റിമാൻഡിലാണ്. കോടതിയിൽ കേസിന് ഹാജരായ ശേഷം പുറത്തേക്കിറങ്ങി കാർ എടുത്തുമാറ്റാൻ ശ്രമിച്ച സിദ്ദിഖും ഷമീനയും തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു എന്നാണ് കൃഷ്ണകുമാറിന്റെ പരാതി. കോട്ടിൽ പിടിച്ചുവലിക്കുകയും ഇടത് കണ്ണിലും വയറ്റിലും ഇടിക്കുകയും ചെയ്തതായും സ്ത്രീ ഭീഷണിപ്പെടുത്തിയതായും എഫ്ഐആറിൽ പറയുന്നു. കൃഷ്ണകുമാറും കണ്ടാലറിയാവുന്ന മറ്റു പ്രതികളും സംഘം ചേർന്ന് സിദ്ദിഖിനെ ആക്രമിക്കുകയും കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയതുമായാണ് ഷമീന നൽകിയ പരാതിയിലെ എഫ്ഐആറിൽ പറയുന്നത്. പിടിച്ചുമാറ്റാനായി ശ്രമിച്ച ഷമീനയെ തള്ളിയിട്ട് ആക്രമിച്ചതായും കാറിന് കേടുപാടുകൾ വരുത്തിയതായും എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നുണ്ട്. കൃഷ്ണകുമാറിനെതിരെയും കേസെടുത്തെങ്കിലും ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. നിരവധി പേർ എത്തുന്ന സിവിൽ സ്റ്റേഷൻ വളപ്പിൽ വാഹനം പാർക്ക് ചെയ്യുന്നത് സംബന്ധിച്ച മുന്നറിയിപ്പ് ബോർഡുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും പറയുന്നു. അതേസമയം അഭിഭാഷകനെ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ച് വ്യാഴാഴ്ച കോടതി നടപടികളിൽ നിന്ന് അഭിഭാഷകർ വിട്ടുനിന്നു. ന്യൂസ് 18 കൊല്ലം.